ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യയിലെ ആദ്യ വനിതകൾ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ചെറിയ കോഡൊക്കെ ആയിട്ടാണ് പറയുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിന് മുൻപ് കേരളത്തെക്കുറിച്ചും ഒക്കെ ഉള്ള കുറച്ച് ക്ലാസ്സുകൾ കോഡിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സും ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ വനിതകൾ. ഇന്ത്യയിലെ ആദ്യ വനിതകൾ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. രണ്ടാമത്തത് ദ്രൗപദി മുർമു. കേന്ദ്രമന്ത്രിയായ ആദ്യ വനിത രാജ്കുമാരി അമൃത കൗർ. കേന്ദ്രമന്ത്രിയായ ആദ്യ വനിത രാജ്കുമാരി അമൃത കൗർ. അപ്പോൾ കേന്ദ്രത്തിലൊക്കെ മന്ത്രിയായില്ലേ, അപ്പോൾ അത് ഒരു രാജകുമാരിയാണെന്ന് അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. INC പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വനിത ആനി ബെസൻറ്റ്. അപ്പോൾ ആദ്യ വനിത ആനി ബെസൻറ്റും INC പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു. അപ്പോൾ ആദ്യ വനിത ആനി ബെസൻ്റാണ്. ഇന്ത്യൻ വനിത ചോദിച്ചാലാണ് സരോജിനി നായിഡു പറയേണ്ടത്. ആദ്യ വനിതാ ഗവർണറും സരോജിനി നായിഡുവാണ്. ഒരു നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ഷാനോ ദേവിയാണ്. ഒരു നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ഷാനോ ദേവി. അപ്പോൾ ഈ സ്പീക്കറിൽ കൂടിയാണ് ഈ ദേവി സ്തുതികളും പാട്ടുകളും ഒക്കെ കേൾക്കുന്ന. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത സുജേത കൃപലാനിയാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത സുജേത കൃപലാനിയാണ്. അപ്പോൾ എല്ലാവരുടെയും കൃപ കൊണ്ടൊക്കെയാണ് മുഖ്യമന്ത്രി ആയത്. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക അല്ലേ. എല്ലാ അംഗങ്ങളുടെയൊക്കെ ഒരു കൃപയുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആക്കിയത്. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ആദ്യ വനിതാ വക്കീൽ കൊർണേലിയ സൊറാബ്ജിയാണ്. അപ്പോൾ വക്കീലും കോർട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. വക്കീൽ, കോർട്ട്, അപ്പോൾ കൊർണേലിയ സൊറാബ്ജി. ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. ഇത് തന്നെ നമ്മൾ കേരളത്തിലെ ആദ്യ വനിതകളെന്നും പറഞ്ഞൊരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് കോഡിലൂടെ. അതെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോഡിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. അപ്പോൾ അന്ന് ചാടിപ്പോയ വനിതയുടെ ജഡം അന്ന് കിട്ടി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അല്ലാതെ അതിന് വേറെ കോഡൊന്നും കിട്ടിയില്ല. ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. അപ്പോൾ ചാടിപ്പോയ വനിതയുടെ ജഡം അന്ന് കിട്ടി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യ വനിത ലീല സേത്താണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യ വനിത ലീല സേത്താണ്. അതിന് കോഡൊന്നും കിട്ടിയില്ല, എങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യ വനിത ലീല സേത്താണ്. അപ്പോൾ ഈ കോടതി കിടന്ന് ചിലയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചിലയ്ക്കുക, ചീഫ് ജസ്റ്റിസ് ലീല സേത്ത്, ചിലയ്ക്കുക, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ചീഫാണെങ്കിലും കോടതിയിൽ ലീലകളൊന്നും ഇല്ലേ, ലീലയുടെ മുന്നിൽ ലീലകളൊന്നും പറ്റത്തില്ല. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വേറെ ഒന്നും അതിന് കിട്ടുന്നില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യ വനിത ലീല സേത്താണ്. അപ്പം കോടതി കിടന്ന് ചിലയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിൽ ചീഫ് ജസ്റ്റിസ് ലീല സേത്ത് എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചീഫാണെങ്കിലും എത്ര വലിയ ചീഫാണെങ്കിലും ലീലയുടെ മുന്നിൽ ലീലകളൊന്നും പറ്റത്തില്ല. അങ്ങനൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിത ഫാത്തിമ ബീബിയാണ്. സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിത ഫാത്തിമ ബീബി. രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ വനിത വയലറ്റ് ആൽവയാണ്. രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആയ ആദ്യ വനിത വയലറ്റ് ആൽവയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആയത് കൃഷ്ണമൂർത്തി. രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആയത് കൃഷ്ണമൂർത്തിയാണെന്ന് ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അവിടെ കൃഷ്ണൻ നീല കളറ്, അപ്പോൾ ഇവിടെ വനിത വന്നപ്പോൾ വയലറ്റ് കളറ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN ജനറൽ അസംബ്ലി പ്രസിഡൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ പണ്ഡിതയാവണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അല്ലേ. പണ്ഡിതയായ അവരെ സെലക്ട് ചെയ്തു. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. IFS നേടിയ ആദ്യ ഇന്ത്യൻ വനിത അംബാസിഡർ CB മുത്തമ്മയാണ്. IFS നേടിയ ആദ്യ ഇന്ത്യൻ വനിത അംബാസിഡർ CB മുത്തമ്മയാണ്. ഇതിന് കോഡൊന്നും കിട്ടിയില്ല, എങ്കിലും ഒന്ന് പറയാം. ഈ IFS അല്ലെ, FS ആകുമ്പോൾ ഫേസ് എന്ന് പറയും. ഫേസിലാണ് മുത്തം കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. IFS ഫേസ്, മുത്തം കൊടുക്കുന്നത് ഫേസിലാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. ആദ്യ ഇന്ത്യൻ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലേ. അംബാസിഡർ കാറൊക്കെ പണ്ഡിറ്റിൻ്റെ കാലത്താണ് ഉള്ളത്. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. അംബാസിഡർ കാറൊക്കെ പണ്ഡിറ്റിൻ്റെ കാലത്താണ്
ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ IFS നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ അംബാസിഡറാണ്. ഇത് ആദ്യ ഇന്ത്യൻ വനിതാ അംബാസിഡറാണ്. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനാകുന്ന ആദ്യ വനിത റോസ് മിലൻ ബഥീവ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനാകുന്ന ആദ്യ വനിത റോസ് മിലൻ ബഥീവ്. അപ്പോൾ UPSC എക്സാമൊക്കെ ഇല്ലേ, നല്ല ബുദ്ധിപരമായ രീതിയിൽ അത് പഠിച്ച് എഴുതുന്നവർക്കൊക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ UPSC എക്സാമൊക്കെ ജയിക്കാൻ പറ്റൂ. അങ്ങനെ ജയിക്കുമ്പോൾ റോസൊക്കെ കിട്ടും, ഒത്തിരി റോസൊക്കെ കിട്ടും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ ലഫ്റ്റനൻറ്റ് ജനറൽ പുനീത അറോറ. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ എന്ന് പറയുമ്പോൾ ഈ ആർമിയിലൊക്കെ ആദ്യമായിട്ട് പുതിയതായിട്ട് പുനീത, ഈ ആർമിയിലൊക്കെ ആദ്യം പുതിയതായിട്ട് പുനീത ചേരുന്നവർക്ക് ഈ ലെഫ്റ്റും റൈറ്റൊക്കെ പറയുമ്പോൾ ഇല്ലേ ഭയങ്കര ബോറായിട്ട് തോന്നും. ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് ജസ്റ്റ് കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ ലഫ്റ്റനൻറ്റ് ജനറൽ പുനീത അറോറ. ആർമിയിലൊക്കെ ആദ്യമായിട്ട് പുതിയതായിട്ട് ചേരുന്നവർക്ക് ഈ ലെഫ്റ്റും റൈറ്റൊക്കെ ചെയ്യുമ്പോൾ അത് ബോറായിട്ടൊക്കെ തോന്നും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. ലോകസുന്ദരിപ്പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഫാരിയ. 1966 ലോകസുന്ദരിപ്പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഫാരിയ. അപ്പോൾ ലോകസുന്ദരിപ്പട്ടം എന്ന് പറയുമ്പോൾ, ലോകസുന്ദരി എന്ന് പറയുമ്പോൾ ഈ റീത്തിനൊക്കെ നല്ല ഒത്തിരി പൂക്കളൊക്കെ ചേർന്നതാണ്. അപ്പോൾ അതിന് ഭയങ്കര സൗന്ദര്യമാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ലോകസുന്ദരി എന്ന് പറയുമ്പോൾ ഒത്തിരി പൂക്കൾ ചേർന്നത്. അപ്പോൾ റീത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒത്തിരി പൂക്കൾ ചേർന്നത്. അപ്പോൾ 1966 കൂടി ഒന്ന് ഓർത്ത് വെക്കുക. വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. വിശ്വസുന്ദരി പട്ടം നേടിയത് സുസ്മിത സെന്നാണ്. അത് 1994. വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സുസ്മിത സെൻ 1994. വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത. പങ്കെടുത്തത് ഇന്ദ്രാണി റഹ്മാനാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ദുർഗയാണ്. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ദുർഗ. ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ ശങ്കർ യാദവ് അഥവാ സുരേഖ ബോൺസ. ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ ശങ്കർ യാദവ് അല്ലെങ്കിൽ സുരേഖ ബോൺസ. മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ്. മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വ്യക്തി അല്ലെങ്കിൽ വനിത. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ഏതെന്ന് ചോദിച്ചാലും, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത ചോദിച്ചാലും രണ്ടും ഒരാൾ തന്നെ, ദേവിക റാണി റോറിച്ച്. അപ്പോൾ ഒരു റാണിക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് റാണിക്കാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത സൈന നെഹ്വാളാണ്. ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സൈന നെഹ്വാൾ. രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേലാണ്. രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേൽ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ. അപ്പോൾ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേൽ, ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ, ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത മാതാ അമൃതാനന്ദമയി. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത മാതാ അമൃതാനന്ദമയി. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശികയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശികയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. ആദ്യ വനിത ചീഫ് എഞ്ചിനീയർ PK ത്രേസ്യ. അത് ഓർത്ത് വെച്ചാൽ മതി. ആദ്യ വനിത ചീഫ് എഞ്ചിനീയർ PK ത്രേസ്യ. ഓസ്കാർ ലഭിച്ച ആദ്യ വനിത ഭാനു അത്തയ്യ. ഓസ്കാർ ലഭിച്ച ആദ്യ വനിത ഭാനു അത്തയ്യ. ചൈനീസ് അംബാസഡറായ ആദ്യ വനിത നിരുപമ റാവു. ചൈനീസ് അംബാസഡറായ ആദ്യ വനിത നിരുപമ റാവു. ലോകാരോഗ്യ സംഘടനയിൽ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത കൗർ. ലോകാരോഗ്യ സംഘടനയിൽ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത കൗർ. അപ്പം ആരോഗ്യമൊക്കെ ഇല്ലേ, രാജകുമാരിക്ക് നല്ല ആരോഗ്യമൊക്കെയാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സ്വാതന്ത്ര്യ
സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യം വനിത ആനി ബസന്റ്. അപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആനി ബസന്റ്. സ്വതന്ത്ര ഇന്ത്യയുടെയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത ആനി ബസന്റ്. അപ്പോൾ ആദ്യ വനിത ആനി ബസന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യ, അതും കൂടി ഓർത്ത് വെക്കുക. ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത അരുന്ധതി റോയ്. ഉർവശി അവാർഡ് നേടിയ ആദ്യ വനിത നർഗീസ് ദത്ത്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത അരുന്ധതി റോയ്. ഉർവശി അവാർഡ് നേടിയ ആദ്യ വനിത നർഗീസ് ദത്ത്. അപ്പോൾ ഉർവശി വലിയ നർമ്മമൊക്കെ അഭിനയിക്കും, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ഉർവശി ഭയങ്കര നർമ്മമൊക്കെ അഭിനയിക്കുന്നതാണ്, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ വനിത അമൃത പ്രീതം. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ വനിത അമൃത പ്രീതം. അപ്പോൾ ഈ സാഹിത്യത്തിലൊക്കെയാണല്ലോ കൂടുതൽ ഈ അമൃതം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ വനിത ആശാപൂർണാദേവി. ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ വനിത ആശാപൂർണാദേവി. അപ്പോൾ ഈ ജ്ഞാനപീഠത്തിലൊക്കെ കയറാൻ എല്ലാവർക്കും ആശയുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യുക. പുലിസ്റ്റർ സമ്മാനം നേടിയ ആദ്യ വനിത ജുംബ ലാഹിരി. പുലിസ്റ്റർ സമ്മാനം നേടിയ ആദ്യ വനിത ജുംബ ലാഹിരി. അപ്പോൾ ഈ പുലിയാണ് ജമ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. പുലി ജമ്പ് ചെയ്യും. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിതയാണ് അരുണ ആസിഫ് അലി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിത അരുണ ആസിഫ് അലി. അപ്പോൾ ഈ അരുണ രത്നം കഴിച്ച് മരണപ്പെട്ടു, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. അരുണ രത്നം വിഴുങ്ങി മരണപ്പെട്ടു, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖ്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖ്. ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിജയലക്ഷ്മി. ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിജയലക്ഷ്മി. ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ബജേന്ദ്രിപാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ബജേന്ദ്രിപാൽ. അപ്പോൾ ഈ പാലൊക്കെ കുടിക്കുന്നവർക്കാണ് ഈ എവറസ്റ്റൊക്കെ എളുപ്പം കയറാനൊക്കെ പറ്റുന്ന ആരോഗ്യമൊക്കെ ഉള്ളത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ആദ്യ വനിത IAS ഓഫീസർ അന്ന മൽഹോത്ര. ആദ്യ വനിത IAS ഓഫീസർ അന്ന മൽഹോത്ര. നമ്മൾ ഈ IASകാരെ കാണുമ്പോൾ ഹോ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മൽഹോത്ര. ആദ്യ വനിത IPS ഓഫീസറാണ് കിരൺ ബേദി. IPS ഓഫീസർ ആകുമ്പോൾ ഈ പോലീസുകാരില്ല, അവർ കള്ളത്തരമൊക്കെ തെളിയിക്കാൻ വേണ്ടി കർണത്തൊക്കെ ഇട്ടടിക്കും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ആദ്യ വനിത IPS ഓഫീസർ കിരൺ ബേദി. ആദ്യ വനിത DGP ഓഫീസർ കാഞ്ചൻ ഭട്ടാചാര്യ. ആദ്യ വനിത DGP ഓഫീസർ കാഞ്ചൻ ഭട്ടാചാര്യ. ഇപ്പോൾ DGP ഈ കാഞ്ചൻ ജംഗ, അപ്പം കാഞ്ചൻ ജംഗ ജി ഒക്കെ അതിനകത്തുണ്ടല്ലോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഇവിടെ വേറൊന്നും കിട്ടിയില്ല. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കിടന്ന ആദ്യ വനിത ആരതി സാഹ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കിടന്ന ആദ്യ വനിത ആരതി സാഹ. അപ്പം ഭയങ്കര സാഹസമാണല്ലേ, ഇംഗ്ലീഷ് ചാനലൊക്കെ നീന്തി കിടക്കുന്ന വലിയ സാഹസമാണ്, അങ്ങനെ കണക്ട് ചെയ്യുക. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ വനിത കമൽജിത്ത് സിന്ധു. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ വനിത കമൽജിത്ത് സിന്ധു. അപ്പോൾ ഏഷ്യാഡിൽ നമ്മൾ ഈ ഏഷ്യാനെറ്റിൽ സീരിയലൊക്കെ കണ്ടിട്ടാണ് ഈ സിന്ധു ഒക്കെ പോയി സ്വർണവും കമ്മലും ഒക്കെ വാങ്ങിക്കുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. അപ്പോൾ ഈ ഒളിമ്പിക്സിലൊക്കെ പോകുന്നത് പോയത് ഒരു മല്ലേശ്വരിയാണ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. അപ്പോൾ ഈ ഒളിമ്പിക്സിലൊക്കെ പോകുന്നത് നല്ല മല്ലന്മാരും മല്ലേശ്വരികളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അങ്ങനെ മെഡലൊക്കെ വാങ്ങിച്ചു വന്നു. ഓക്കെ, റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷ സേനാ വിഭാഗത്തെ നയിച്ച ആദ്യ വനിത ഭാവന കസ്തൂരി 2019. അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷ സേനാ വിഭാഗത്തെ, അപ്പോൾ പുരുഷ സേനയൊക്കെ ഇങ്ങനെ നയിക്കുന്നു എന്നൊരു ഭാവന ഒക്കെ ഉണ്ട്, ഭാവനയിലൊക്കെ ചിലർ കാണും. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷ സേനാ വിഭാഗത്തെ നയിച്ച രണ്ടാമത്തെ വനിതയാണ് ടാനിയ ഷേർഗിൽ. അപ്പോൾ ഈ ഷേർ എന്ന് പറയുമ്പോൾ സിംഹം, അങ്ങനെ അപ്പോൾ ഈ സിംഹക്കുട്ടികളെയാണ് ഈ രണ്ടാമത്തെ വനിത നയിച്ചത്, അങ്ങനെയൊന്ന്
അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ടാനിയ ഷേർഗിൽ 2020 അപ്പോൾ 2019 ഭാവന ആദ്യം ഇങ്ങനെ ഭാവനയിൽ കണ്ടു ഇല്ലേ. പിന്നെ ഷേർഗിൽ ഇല്ലേ, ഷേർഗിൽ എന്ന് പറയുമ്പം ഈ സിംഹക്കുട്ടികളെയൊക്കെ നയിച്ചു. അങ്ങനെ അതൊരു ടാനിയ അപ്പോൾ ടാസ്ക് ആയിരുന്നു. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളും കോഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എല്ലാവരും പോയി കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്